ഹലോ, ഇന്ന് നമുക്ക് വീണ്ടും ഒരു ലഞ്ച് ബോക്സ് കാണാവേ. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ എന്നെ കാണിക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ എണീറ്റ് കുളിച്ചിട്ടൊന്നുമല്ല അടുക്കളയിൽ കയറണം. എനിക്ക് ആ ഒരു നേരത്തെ എണീറ്റൊന്ന് ഞാൻ വേഗം തന്നെ പല്ല് തേച്ചിട്ട് അങ്ങനെ വന്ന് അടുക്കളയിൽ കയറണം. അപ്പം എൻ്റെ ഡ്രസ്സൊന്നും അത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ കാണിക്കരുത്, കൈ മാത്രം കാണിച്ചാൽ മതി എന്ന് മിക്കപ്പോഴും പറയാറില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്നെ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ല ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കണേ. കാരണം എണീറ്റ് വന്ന് റെഡിയായി. ഓൾറെഡി എനിക്ക് ബാങ്ക് വരെ പോകണമായിരുന്നു. അപ്പം ഞാൻ ഫുൾ റെഡിയായി. മേക്കപ്പ് അല്ല, ജസ്റ്റ് ഇങ്ങനെ കുളിച്ച് പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വന്ന് കിച്ചണിൽ കയറിയത്. അപ്പോൾ സാധാരണയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയൽ വെക്കണം. സീരിയലിനകത്താണെന്നുണ്ടെങ്കിൽ പളുങ്ക് പോലത്തെ സാരി, അതായത് പളപള മിന്നുന്ന സാരി കൊടുത്തിട്ട് ആൾക്കാർ കിച്ചണിലൊക്കെ നിന്ന് പാത്രം എറിഞ്ഞു പൊട്ടിക്കുന്നു, പിന്നെ കറി എടുക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം വെക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഡ്രസ്സായതുകൊണ്ട് എന്നെ കാണിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ. പിന്നെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ടാവുമെന്ന്. ചിക്കൻ അല്ലെങ്കിൽ മീൻ എന്തായാലും ഫ്രൈ ഉണ്ടാവും. പിന്നെ തക്കാളി വാട്ടിയതാണ് കേട്ടോ. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെക്കുന്ന വേറൊന്നുമല്ല. ഇന്ന് ശംഖു കണ്ണൻ്റെ കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നൊരു കിംവദന്തി ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പോൾ പിന്നെ ശംഖുവിന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി. ഇങ്ങനെ ഇതൊക്കെ തക്കാളിയുടെ എല്ലാ കറിയും ശംഖുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഈ സ്പൂൺ കൊണ്ടപ്പോൾ എന്നോട് കാണിച്ചു, ഈ സ്പൂൺ കൊണ്ട് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞാൽ ഇത്തിരി കറി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല, എന്ത് അതിനിങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? അപ്പം ഞാൻ ആ ചിക്കൻ വറുത്തതിൻ്റെ സ്പൂൺ കൊണ്ടിട്ട് മറ്റേ സ്പൂണിൽ നിന്ന് തോണ്ടിയിട്ടാണ് കേട്ടോ. ചിന്നുവാണെങ്കിൽ എന്നോട് ചോദിക്കും, താൻ എന്തിനിങ്ങനെ എടുത്തിട്ട് ഇളക്കുന്നതെന്ന് ചോദിക്കും എല്ലാ കറിയും. അത് വേറൊന്നുമല്ല, ചെറുപ്പം തുടങ്ങി അമ്മ ശീലിപ്പിച്ചതാണ്. എന്ത് കറി എടുക്കുമ്പോഴും നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം എന്ന്, അല്ലെങ്കിൽ ആ എണ്ണയൊക്കെ അടിയിലങ്ങ് പോയി സെറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ കറിയെല്ലാം ഒരുപോലെ കിട്ടും എന്ന് അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് ഞാനങ്ങനെ ഇളക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചാറാണ് കേട്ടോ ഇപ്പോൾ വെച്ചത്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന മെയിനായിട്ടുള്ളൊരു കറി ഉണ്ടാകുമല്ലോ, മുട്ട വറുത്തത്. മുട്ട ഉണ്ടെങ്കിൽ മുട്ട വറുത്തത് ഇല്ലാത്ത കറി ഉണ്ടാവില്ല ചോറ് പാത്രം. അപ്പോൾ ഇന്ന് കണ്ണൻ പറയണ്ടായി ഭയങ്കര യമ്മി ആയിട്ടുള്ള ലഞ്ച് ബോക്സാണ്. പുള്ളിക്കാരൻ എടുക്കാൻ മറന്നുപോയി ചോറ്റ് പാത്രം ആദ്യമേ തന്നെ. അപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ മിസ്സായി പോയി, എടുത്തില്ലായിരുന്നു, നല്ല കറിയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്. കഴിച്ചിട്ടൊന്നുമില്ല, അല്ലാണ്ട് തന്നെ കണ്ടതിൻ്റെ ഇതിൽ കേട്ടോ. അപ്പം നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.